ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ LITV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിയോട് ചൂടാവുകയാണ് ഈ SI. ഞാൻ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യത്തിലാണോടാ നീ ഗുണ്ടായിസമൊക്കെ കാണിക്കുന്നത്? നിന്നെ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുത്തനെയാണ് നീ കൊല്ലാൻ നോക്കിയതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സാർ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി നിന്ന് പറയുന്നുണ്ട്. അരുണിനാണേ ഭയങ്കര സന്തോഷം. അരുണിൽ നിന്ന് ഭയങ്കര ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ രേവതി സാർ ഇത് അങ്ങനെയല്ല എന്ന് പറഞ്ഞു. കരഞ്ഞിട്ടും കാല് പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലാന്നും ഇവൻ ജയിലിൽ പോകേണ്ടി വരുമെന്ന് പറയാം. ഇവൻ്റെ ലൈസൻസും ക്യാൻസലാകും, കാറിൻ്റെ കാര്യവും പോക്കാണെന്നൊക്കെ SI സാറ് പറഞ്ഞു. പല തവണ ഞാൻ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്, അതിലിപ്പോൾ എനിക്ക് കുറ്റബോധം തോന്നുകയാണെന്നൊക്കെ അദ്ദേഹം പറയുവാണ്. അന്നേരം സച്ചേട്ടൻ മനഃപൂർവ്വം ചെയ്തതല്ല. കാറിൻ്റെ ബ്രേക്ക് പൊട്ടിയപ്പോൾ മുന്നിലുള്ള ഒരുപാട് പേരെ രക്ഷിക്കാൻ വേണ്ടി കാർ വെട്ടിച്ചപ്പം ഇദ്ദേഹത്തിൻ്റെ സ്കൂട്ടറിൽ പോയി ഇടിച്ചതാണെന്ന കാര്യം രേവതി പറയാട്ടോ. ഇങ്ങനെ നിൽക്കുക അരുൺ ഭയങ്കര ദേഷ്യത്തിൽ. അല്ലാതെ ഇദ്ദേഹത്തെ അപകടപ്പെടുത്താനൊന്നും ശ്രമിച്ചതല്ല സാറെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു. സാറേ ഇവർ കള്ളം പറയാ സാറേ, കാറിൻ്റെ ബ്രേക്കിന് ഒരു കുഴപ്പവും ഇല്ല എന്ന് ഈ അരുൺ നേരത്തേനും പറഞ്ഞു. അപ്പോൾ പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ. കാറും പരിശോധിച്ചു, ബ്രേക്കിന് ഒരു തകരാറും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അന്നേരത്തേനും അരുണിന് ഭയങ്കര സന്തോഷം. സാർ ഇവൻ അഴി എണ്ണും എന്നാ SI സാറ് പറഞ്ഞപ്പം ഇല്ല സാർ, സച്ചേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ ഒരു ഭയം ഞങ്ങൾക്കില്ല എന്ന് രേവതി SI സാറിനോട് പറയാം. അപ്പോൾ ഈ കൈ ഒടിഞ്ഞ സാർ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്ന് ഇങ്ങനെ ഉരുളു കേട്ടോ. എന്നിട്ട് അദ്ദേഹം പതുക്കെ അവിടെ നിന്ന് നൈസായിട്ട് മുങ്ങാൻ നോക്കുമ്പോൾ സാർ എന്നും പറഞ്ഞ് വിളിച്ചു. സാർ പോവല്ലേ സാർ എന്ന് പറഞ്ഞാൽ അയാളെ നമ്മുടെ രേവതി പിടിച്ച് നിർത്തും കേട്ടോ. അയാളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആകെ വല്ലാതായിരിക്കാം. സാർ സത്യം എന്താണെന്ന് ഇവിടെ പലർക്കും അറിയാം. അതിലിതേ ഒരാളാണ് ഇദ്ദേഹം എന്നും പറഞ്ഞ് രേവതി കൈ ഒടിഞ്ഞ സാറിനെ കാട്ടിക്കൊടുക്കുക. അയാളാണ് നേരത്തേനും നമ്മുടെ അരുണിനെ ഇങ്ങനെ നോക്കുക. എല്ലാവരും കൂടെ ചേർന്ന് സാറിന് വെറും വിഡ്ഢിയാക്കുകയാണെന്നും രേവതി പറഞ്ഞു കേട്ടോ. അപ്പോൾ വായടയ്ക്ക് നിങ്ങൾ ആരോടാ സംസാരിക്കാമെന്ന് അറിയാമെന്നും ചോദിച്ചുകൊണ്ട് അരുൺ വലിയ ഒച്ച വയ്ക്കുന്നു രേവതിയോട്. അന്നേരം സാറേ എൻ്റെ കാറിന് ബ്രേക്ക് പോയിരുന്നു എന്നുള്ളത് സത്യമാണ്, അതുകൊണ്ടാണ് എനിക്ക് ഇടിച്ചു നിർത്തേണ്ടി വന്നത് എന്ന് സച്ചി തറപ്പിച്ച് പറയും SI സാറിനോട്. ഇദ്ദേഹം സ്റ്റേഷനിൽ കൊണ്ടുവരാൻ വേണ്ടി എൻ്റെ കാർ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞതാ അതിൻ്റെ ബ്രേക്ക് പോയതാ, എടുക്കല്ലേ എന്ന്. പക്ഷേ ഈ സാർ അത് കേട്ടില്ല. ഇദ്ദേഹം കാർ എടുക്കാൻ പറഞ്ഞു. ബ്രേക്ക് പോയ കാറ് ഒരു മൺകൂനയിൽ ഇടിച്ചാ ഇദ്ദേഹം കാറ് നിർത്തിയതെന്നുള്ള കാര്യമൊക്കെ സച്ചി ഇങ്ങനെ പറയാട്ടോ. അപ്പം മറ്റേ പുള്ളി ഇങ്ങനെ കള്ള ലക്ഷണമായിട്ട് ഇങ്ങനെ നിൽക്കുക. കൈ ഫ്രാക്ചർ ആയതും അങ്ങനെയാണെന്നും പറഞ്ഞു. അല്ലാതെ ഒരു ഹോട്ടലിൻ്റെ മുന്നിലും സ്ലിപ്പായി വീണതൊന്നും അല്ല സാറേ എന്നൊക്കെ പറഞ്ഞ് പറയാട്ടോ. അതൊക്കെ വെറുതെ കള്ളം പറയുന്നതാണെന്നും പറഞ്ഞു. അന്നേരം SI സാർ ഇങ്ങനെ നോക്കും. അപ്പോൾ സാറേ ഇവൻ കള്ളക്കഥ പറയാം സാറേ എന്ന് പറഞ്ഞ അരുൺ. അല്ല സാറേ എന്നും ചോദിച്ചിങ്ങനെ എന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിരിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും ഒന്നോണ പറയുന്നതെന്ന് രേവതി അന്നേരം പറഞ്ഞു. SI സാർ ഇവരെ നോക്കുന്നു, അവരെ നോക്കുന്നു. സാർ ഞങ്ങൾ പറഞ്ഞത് സാറിന് വിശ്വാസം ആകുന്നില്ല, സാറ് തന്നെ നടന്നത് എന്താണെന്ന് പറ, എന്നാലേ സാർ വിശ്വസിക്കുള്ളൂ എന്ന് രേവതി ഈ കൈ ഒടിഞ്ഞ സാറിൻ്റെ കാല് പിടിച്ചതുപോലെ പറയണു. ഇവർ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എനിക്കത് കേൾക്കാതിരിക്കാൻ വയ്യ. നിങ്ങൾ സത്യസന്ധനായിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പറ, ആര് പറഞ്ഞതാ സത്യമെന്ന് ഈ പോലീസുകാരനോട് നമ്മുടെ SI സാറ് ചോദിച്ചു. അപ്പോൾ അയാൾ ഇങ്ങനെ നിൽക്കുക കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ട്. പറ, എന്താ ആര് പറഞ്ഞതാ സത്യം? അപ്പം അത് പിന്നെ സാറേ അത് ഇവർ പറയുന്നത് സാറേ സത്യം എന്നാ സാർ ഇങ്ങനെ പറയുമ്പോൾ ആരും കിടക്കുന്നു. അപ്പം രേവതിക്ക് സച്ചിക്ക് സമാധാനമായി കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ആശ്വാസം കണ്ടെത്തി നിൽക്കുവാണ്. ഞാൻ ഓടിക്കുമ്പോൾ ഇവൻ്റെ കാറിന് ശരിക്കും ബ്രേക്ക് ഇല്ലായിരുന്നു സാറേ എന്ന് ആ സാറ് പറയുന്നു. അതെ സാർ സത്യമാണെന്ന് സച്ചി. സത്യമാണോ ഇതെന്ന് ചോദിച്ചപ്പം അതെ സാർ സത്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ ആ കാറ് നിർത്താൻ ശ്രമിക്കുമ്പോഴാണ് എനിക്ക് അപകടം പറ്റിയതെന്നും ആ പോലീസുകാരൻ SI സാറിനോട് പറഞ്ഞു. അതിൻ്റെ ബ്രേക്ക് സ്വാഭാവികമായി തകരാറായതൊന്നും അല്ല. അപ്പോൾ സച്ചി രേവതി ഇങ്ങനെ നോക്കട്ടെ അന്തം വിട്ട്. ആരോ മനഃപൂർവ്വം അത് തകരാറിലാക്കിയതാണ് സാറേ, അങ്ങനെയാണ് മെക്കാനിക്ക് പറഞ്ഞതെന്നും ആ പോലീസുകാരൻ പറഞ്ഞു. അപ്പോൾ സച്ചി രേവതി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൂ എന്നാ സംഭവം എന്നോർത്ത്. അപ്പം എന്നിട്ട് ഇതെന്താ താൻ നേരത്തെ എന്നോട് പറയാതിരുന്നത്? അരുൺ സാറ് പറഞ്ഞിട്ടാണ് ഞാനത് പറയാതിരുന്നത്. അപ്പം ഇവനെ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം, ലൈസൻസ് ക്യാൻസൽ ചെയ്യിക്കണം, അതുകൊണ്ട് സത്യം ആരും അറിയരുതെന്ന് എന്നോട് പറഞ്ഞു സാറെന്ന് ഈ കൈ ഒടിഞ്ഞ പോലീസുകാരൻ പറഞ്ഞു. അരുൺ ആകെ പെട്ടില്ലേ. അരുൺ എന്നിട്ടിങ്ങനെ ആകെ ചൂളി വെളുത്തിങ്ങനെ അവിടെ നിൽക്കുവാണ് SI സാറിൻ്റെ മുന്നിൽ. അപ്പോൾ SI സാർ എഴുന്നേറ്റ് നേരെ അരുണിൻ്റെ അടുത്തേക്ക് ചെന്നു. അരുൺ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു തിരിച്ചടി. അരുൺ എന്താ ഞാൻ ഈ കേൾക്കുന്നത്? നീ കള്ളം പറയായിരുന്നല്ലേ എന്ന് SI സാർ ചോദിച്ചു. നിനക്ക് വേണ്ടി സംസാരിച്ച ഞാനിപ്പോൾ വിഡ്ഢിയായില്ലേടാന്ന് ചോദിച്ചു. ഇവനോട് പക വീട്ടാൻ നീ ഡിപ്പാർട്ട്മെന്റിനെ ഉപയോഗിച്ചു, നിയമം ദുരുപയോഗം ചെയ്യാൻ നോക്കിയല്ലേ എന്നൊക്കെ ഇങ്ങനെ SI സാറ് ചോദിക്കാം. മാപ്പ് അർഹിക്കാത്ത കുറ്റമാണ് താൻ ചെയ്തിരിക്കുന്നതെന്നും ശിക്ഷ ഇവനല്ല നിനക്കാണ് തരേണ്ടതെന്നൊക്കെ പറയുമ്പോൾ അയ്യോ സർ
സർ സോറി എനിക്ക് എന്നൊക്കെ പറഞ്ഞ അരുണി ഇങ്ങനെ നിൽക്കുക കേട്ടോ. എസ് ഐ സാറിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. സച്ചിക്ക് രേവതിക്ക് ആശ്വാസം വന്നു. എന്നെ പിടിച്ച് അകത്തിടണം, അതിന് വേറെ കാരണങ്ങളൊന്നും ഈ സാറിന് കിട്ടുന്നില്ല, അതുകൊണ്ട് തന്ത്രപൂർവ്വം ഇങ്ങനെ ഒരു കാരണം ഉണ്ടാക്കിയതാണെന്ന് സച്ചി പറയാം. അപ്പോഴും അരുൺ ഇങ്ങനെ നമ്മുടെ സച്ചിയെ തന്നെ തുറച്ചു നോക്കുക. കൊള്ളാം സാറേ, കൊള്ളാം. നിങ്ങളൊരു പോലീസുകാരൻ തന്നെയാണോ എന്ന് ചോദിക്കുന്നു. അതോ ക്രിമിനൽ ആണോ എന്നും സച്ചി അരുണിനോട് ചോദിക്കുമ്പോൾ അരുൺ ഇങ്ങനെ തുറച്ചു നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ, ഭയങ്കര ദേഷ്യത്തില്. ഇത് കേസായി കോർട്ടിൽ എത്തിയിട്ടാണ് സത്യം തെളിഞ്ഞിരുന്നതെങ്കിലേ നിനക്ക് യൂണിഫോമേ ഊരി വെക്കേണ്ടി വന്നേനെ എന്ന് എസ് ഐ സാറ് പറയാ അരുണിനോട്. എന്തായാലും ഇതിനുള്ള ശിക്ഷ നിനക്ക് ഡിപ്പാർട്ട്മെന്റ് തന്നോളൂ എന്ന് ഈ സാറ് പറയുന്നു. അപ്പൊ അരുണിന്റെ പണി പോകുമെന്ന് ഉറപ്പായി. വിനാശകാലയെ വിപരീത ബുദ്ധി, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന് പറയും. ഇതിങ്ങനെ തീർത്തതിന് നന്ദി, ഇല്ലെങ്കിൽ ഞാൻ കൂടി ഈ തെറ്റിന്റെ ഭാഗമായേനെ എന്ന് എസ് ഐ സാർ ഇവരോട് പറയാം. അങ്ങനെ നന്ദിയൊക്കെ പറഞ്ഞ് സച്ചിയും രേവതിയും പറഞ്ഞു വിടുവാട്ടോ. അപ്പൊ ഇവന്റെ കാറിന്റെ കീയും ലൈസൻസ് ഒക്കെ കൊടുത്തേക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ പോകാൻ തുടങ്ങും. സാറേ, ഈ സത്യം എന്നുള്ളതേ കാട്ടാറ് പോലെയാണെന്നും അണകെട്ടി തടഞ്ഞു നിർത്താനൊന്നും കഴിയില്ല എന്ന് സച്ചി അരുണിനോട് പറയൂ കേട്ടോ. അണകെട്ടാൻ നോക്കിയാലേ അത് തകർത്തെറിയും, എന്നിട്ട് കുതിച്ചൊഴുകും എന്ന് സച്ചി ഇങ്ങനെ അരുണിനോട് പറയുന്നു. അവിടെ അരുണി ഇങ്ങനെ ചൂളി നിൽക്കും കേട്ടോ. സച്ചേട്ടാ വേണ്ട സച്ചേട്ടാ, നമുക്ക് പോവാം എന്നും പറഞ്ഞ് രേവതി കയ്യിലുള്ള അധികാരം ഉപയോഗിച്ച് മറ്റുള്ളവരെ ഉപദ്രവിക്കരുത് എന്ന് സച്ചി പറയുന്നു. അത്രേ ഞാനേ നേരിന്റെ വഴി മാത്രം പോകുന്നവനാണെന്ന് സച്ചി അന്നേരം അരുണിനോട് പറയുന്നു. അരുണിന് അതൊക്കെ ഭയങ്കര ചൂളി ഒരു അവസ്ഥ. നിങ്ങൾ ഭയക്കണം, ശരിക്കും ഭയക്കണം, കാരണം നിങ്ങൾ സഞ്ചരിക്കുന്നതേ തിന്മയുടെ വഴിയിലൂടെയാണെന്ന കാര്യം അരുണിനോട് സച്ചി പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നല്ല കുരുക്ക് വീഴും നിങ്ങൾക്ക്. അത് എന്നിൽ നിന്നാവാതിരിക്കാൻ പ്രാർത്ഥിച്ചോളാനും പറഞ്ഞു. എന്തായാലും അത് സച്ചിയിൽ നിന്ന് തന്നെയാകുമെന്നുള്ള കാര്യം 100% ഉറപ്പാണല്ലോ. നന്നായിട്ട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. സച്ചിയും രേവതിയും അവിടെ നിന്ന് ഒപ്പക്കിട്ടു. അതിന് ശേഷം താക്കോലും എല്ലാം വാങ്ങിച്ചുകൊണ്ട് സച്ചി രേവതിയും വീട്ടിലോട്ട് പോണു. ഈ സമയത്ത് ചന്ദ്രമതി ഇങ്ങനെ അവിടെ ഇരിക്കുക. അപ്പോൾ അവിടെ കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടു. അപ്പോൾ അച്ഛൻ വന്നിട്ട് ഇത് എന്തേ കാണിക്കുന്ന ചന്ദ്ര, എത്ര നേരമായി കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേൾക്കുന്നു, നീ എന്താ ഡോറ് തുറക്കാത്തതെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് സുധിയും അങ്ങോട്ടേക്ക് വന്നു. നിനക്ക് ആ വാതിൽ തുറന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു ചന്ദ്രമതി എന്ന് വാതിൽ തുറക്കുക. അപ്പൊ സച്ചി രേവതി വന്ന് നിൽക്കുക. നിങ്ങളിത് എവിടെ പോയതായിരുന്നു? അപ്പൊ പോലീസ് സ്റ്റേഷനിൽ പോയതാ അച്ഛാന്ന് പറഞ്ഞു രേവതി. ലൈസൻസും കാറ് നഷ്ടപ്പെട്ട് സച്ചേട്ടൻ ജോലിയും കൂലിയും ഇല്ലാതെ വീട്ടിലിരിക്കുമെന്ന് അമ്മ പറഞ്ഞപ്പോ ആ കാറ് ഞാൻ തിരികെ വാങ്ങിക്കുമെന്ന് അമ്മയോട് പറഞ്ഞിരുന്നു എന്ന് രേവതി. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞു നമ്മുടെ രേവതി ആ കാറും കാണിച്ച് അതിന്റെ താക്കോലും എടുത്തുകൊണ്ട് അമ്മയുടെ മുന്നിലേക്ക് നിൽക്കുകയാണ്. ചന്ദ്ര ചമ്മിയിട്ട് ചന്ദ്ര ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോവുക. അന്നേരം അമ്മയൊന്നും നിന്നേ എന്ന് നമ്മുടെ സച്ചി പറയാട്ടോ. അപ്പൊ സച്ചി ചെന്നു. ഇതെന്റെ ലൈസൻസ് സച്ചിദാനന്ദൻ, ഇതിപ്പോഴും എൻ്റെ പോക്കറ്റിൽ തന്നെ ഉണ്ട്, ക്യാൻസൽ ചെയ്തിട്ടില്ല എന്ന് സച്ചി ചന്ദ്രയോട് പറയാട്ടെ. ഇതൊക്കെ കേട്ടപ്പോൾ ചന്ദ്രയ്ക്ക് ആകെ പുച്ഛം, നാണക്കേട്. ചന്ദ്ര അകത്തേക്ക് കയറിപ്പോയി. അച്ഛാ കാറ് ലൈസൻസും തിരിച്ചു കിട്ടി, ഒരു പ്രശ്നവും ഇല്ല എന്ന് സച്ചി. അപ്പൊ സന്തോഷമായിട്ട് അച്ഛന്. എനിക്കൊരു ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ അച്ഛനകത്തേക്ക് കയറിപ്പോ. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞു സുധി. പോലടാ, നീ ഒരു പോലീസുകാരൻ ബൈക്കിലല്ലേ കൊണ്ടുവന്ന് ഇടിച്ചത്, എന്നിട്ട് ഒരു ലൈസൻസ് തിരിച്ചു വന്നോ? എന്താടാ തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് വിഷമമായോ? അല്ല, തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷത്തിൽ ഞാൻ പറഞ്ഞു പോയതാ എന്ന് പറഞ്ഞ സുധി അവിടെ നിന്ന് കയറിപ്പോയി. സുധി അങ്ങ് കയറിപ്പോയി കഴിഞ്ഞപ്പം വാരാതി എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരോട് അകത്തേക്ക് ചെല്ലും. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഇരിക്കുക. ആ സമയത്ത് അച്ഛാ രേവതി സ്റ്റേഷനിൽ വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത് കിട്ടില്ലായിരുന്നു എന്നും ശരിക്കും ഇവളാണ് എനിക്കിത് വാങ്ങിച്ചു തന്നതെന്ന് സച്ചി പറയാട്ടോ. യാത്രക്കിടയിൽ സ്വാഭാവികമായിട്ട് ബ്രേക്ക് നഷ്ടപ്പെട്ടു പോയെന്നാണ് ഞാൻ കരുതിയത്. ഇത് അങ്ങനെയല്ല അച്ഛാ, ആരോ മനഃപൂർവ്വം ബ്രേക്ക് തകരാറിലാക്കിയതാണെന്ന കാര്യം പറയുമ്പോഴത്തേക്കും ചന്ദ്രമതി ഉണ്ടക്കണ്ടും വീഴ്ചിങ്ങനെ നോക്കി നിൽക്കും. അപ്പം അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ട് സുധിയൊക്കെ അതാരാ അങ്ങനെ ചെയ്യാൻ? അപ്പം മനഃപൂർവ്വം തകരാറിലാക്കിയെന്നോ? അപ്പം അതേ അച്ഛാ, അങ്ങനെയാണെന്നാ പോലീസുകാർ പറഞ്ഞത്. പോലീസുകാരൻ പറയുന്നത് ഞാൻ കേട്ടതാണെന്ന കാര്യം പറഞ്ഞു. അപ്പോഴത്തേക്കും ചന്ദ്രമതി ഇങ്ങനെ പേടിയോടുകൂടി ഇങ്ങനെ നോക്കുവാട്ടോ. കാറിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് പോലീസുകാരുടെ ബൈക്കിൽ ഞാൻ ഇടിച്ചതെന്ന് പറഞ്ഞപ്പം അവരെന്നെ വിശ്വസിച്ചില്ല. ഞാൻ പറഞ്ഞത് കേൾക്കാതെ സ്റ്റേഷനിലേക്ക് എൻ്റെ കാർ എടുത്തുകൊണ്ട് പോവുകയായിരുന്നെന്ന് സച്ചി ഇവരോട് പറയാം. ആ പോലീസുകാരൻ കാറിന് ബ്രേക്ക് ഇല്ലാത്തത് കൊണ്ട് ആക്സിഡന്റിൽ പെടുകയും ചെയ്തു. ഒരു മെക്കാനിക്ക് വന്ന് പരിശോധിച്ചപ്പോഴാണ് ആരോ മനഃപൂർവ്വം ബ്രേക്ക് തകരാറിലാക്കിയതാണെന്നുള്ളത് മനസ്സിലായത്. അങ്ങനെ ഇതെല്ലാം പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ രവിയേട്ടനും ആകെ വല്ലാതായി, ഭയങ്കര ടെൻഷനായി. എന്നെ കണ്ട കൈധരിക്കുന്ന ഒരു പോലീസുകാരനുണ്ടല്ലോ, അച്ഛനയാളെ അറിയാം. അന്ന് സുധിയെ പൊക്കിയെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടത് അയാളാ. അയാളുടെ ബൈക്കിലാ കഷ്ടകാലത്തിന് എൻ്റെ വണ്ടി കൊണ്ടുവന്ന് ഇടിച്ചത്. എൻ്റെ കാറെടുത്ത് ആക്സിഡന്റ് ആയ പോലീസുകാരൻ കാറിന്റെ ബ്രേക്ക് ആരോ മനഃപൂർവ്വം തകരാറിലാക്കിയതാണെന്ന് അയാളോട് പറഞ്ഞായിരുന്നു.
എനിക്കിട്ട് പണി തരാൻ വേണ്ടിയിട്ട് ഇത് മറ്റാരോടും പറയരുതെന്ന് പറഞ്ഞാൽ പോലീസുകാരനെ ഈ പോലീസുകാരൻ ചട്ടം കെട്ടി. ആക്സിഡൻ്റായ പോലീസുകാരൻ ഈ കാര്യം അവിടെ ഇരുന്ന് സംസാരിക്കുന്നത് രേവതി കേട്ടായിരുന്നു. അതുകൾ എസ് ഐ സാറിനോട് പറയുകയും ചെയ്തു. സത്യം മനസ്സിലാക്കിയ അദ്ദേഹം കാറ് വിട്ടു തരിക ചെയ്തതെന്ന കാര്യം സച്ചി പറയുന്നു. അപ്പോഴും ചന്ദ്രമതി അന്തം വിട്ടിങ്ങനെ നിൽക്കുക. ആ പോലീസുകാരൻ നല്ലത് കൊടുത്തിരുന്നു എസ് ഐ സാർ. ഇങ്ങനെയുണ്ടോ പോലീസുകാർ എന്നൊക്കെ രേവതി ഇങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പോഴും ചന്ദ്ര ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഈഗോയെ ശരിക്കും അദ്ദേഹത്തിന് പകയും. അന്നത്തെ ആ ഒരു സംഭവത്തിന് ശേഷം എന്നെ കൊടുക്കാനുള്ള ഒരു അവസരം നോക്കി നടക്കുകയാണെന്നൊക്കെ പറയാം. ഇപ്പോഴും ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ അതെല്ലാം ചീറ്റിപ്പോയെന്നും സച്ചി ഇങ്ങനെ ഇവരോട് പറഞ്ഞു. എന്നാലും അച്ഛാ, സച്ചേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ദൈവം സച്ചേട്ടൻ്റെ കൂടെ ഉണ്ടെന്ന് രേവതി പറയുന്നു. അല്ല, ഈ ആരാണ് ഈ കാറിൻ്റെ ബ്രേക്ക് തകരാറാക്കിയത്, എന്തിനാ അവരങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പം എന്നെ അപകടപ്പെടുത്താൻ വേണ്ടിയിട്ട്, അല്ലാതെ പിന്നെ എന്തിനാണെന്ന് ചോദിച്ചു. അപ്പം ഇവരിങ്ങനെ നോക്കുക കേട്ടോ. ചന്ദ്ര ഇങ്ങനെ നോക്കി നിൽക്കുക. ആരാണിത് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല അച്ഛാ, പക്ഷേ കാറിൻ്റെ കീ ഇല്ലാതെ ഇത് ചെയ്യാനും പറ്റത്തില്ല. പുറത്ത് പോകുമ്പോൾ കീ എപ്പോഴും എൻ്റെ കയ്യിൽ തന്നെ കാണും. അച്ഛനിങ്ങ് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ അച്ഛനെയും വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാതെ, ഞാൻ ഇവിടെയാണ് ഈ കീ വെച്ചതെന്ന് പറഞ്ഞു. എനിക്ക് സംശയം ഉണ്ടെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് സുധി അവിടെ കിടന്ന് വെപ്രാണുള്ള ഡാ, മിനിഞ്ഞാന്ന് രാത്രി കാറ് വീട്ടിൽ ഒതുക്കുന്നത് വരെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല എന്നും അതിനുശേഷമാണ് ആരോ ഇത് ചെയ്തിരിക്കുന്നതെന്നുള്ള കാര്യം സച്ചി ഇങ്ങനെ അവിടെ പറയാപ്പോഴത്തേക്ക് സുധി ആകെ വല്ലാണ്ടായിട്ടോ. അല്ല, ഇങ്ങനെ ചെയ്യാനും വേണ്ടി നിന്നോട് വിരോധമുള്ള ആരെങ്കിലും ഈ വീട്ടിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പുറത്തുനിന്ന് വന്ന ശത്രുക്കൾ ആരെങ്കിലും ആയിരിക്കും ഇതൊക്കെ ചെയ്തതെന്ന് ഇങ്ങനെ സച്ചി പറയുന്നു. അതെ അതെ എന്ന് പറഞ്ഞ് സുധി ഇങ്ങനെ നിൽക്കുക. അപ്പം ഒരുപാട് ശത്രുക്കളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ എന്ന് ചന്ദ്രമതിയുടെ വക ഒരു ഡയലോഗ് ആ സമയത്ത്. സച്ചി ഇങ്ങനെ ചന്ദ്രമതിയെ നോക്കുക കേട്ടോ. അല്ല എടാ, അല്ലെങ്കിൽ ഈ കാറിൻ്റെ കീ രാത്രി വീട്ടിൽ വെച്ചിരിക്കല്ലേ, പിന്നെ എങ്ങനെ അത് അവരുടെ കയ്യിൽ കിട്ടുക എന്ന് ചോദിക്കുമ്പോൾ അത് അച്ഛൻ ചോദിച്ചത് പോയിന്റ്. ഈ വീട്ടിലുള്ള ആരോ കീ എടുത്ത് അവർക്ക് കൊടുത്തതാണെന്നുള്ള കാര്യം സച്ചി പറയുന്നു. അല്ലാതെ അവർക്കത് കിട്ടത്തില്ല എന്നും പറയണു. ഇന്നലെ രാവിലെ ആണെങ്കിൽ സച്ചേട്ടൻ വെച്ചെടുത്തേ കീ ഉണ്ടായിരുന്നില്ല, കീ ഇതാ അവിടെ തറയിൽ നിന്നാ കിട്ടിയതെന്നുള്ള കാര്യം രേവതി പറയാം. അപ്പൊ ഇവരിങ്ങനെ തറയിൽ നിന്നോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നു. ഇവിടുന്ന് കീ എടുത്ത് അവർക്ക് ആർക്കോ ഇവർ കൊടുത്തു. അതിനുശേഷം കാറിൻ്റെ ആ ഒരു ബ്രേക്ക് അഴിച്ചു വിട്ടതിന് ശേഷം ആ കീ അവർ ജനലിലൂടെ അകത്തേക്ക് ഇട്ടു. അതാണ് ശരിക്കും സംഭവിച്ചിരിക്കുന്നതെന്ന് സച്ചി പറയാം. അപ്പം ചന്ദ്രമതിയൊക്കെ പേടിയോടുകൂടി ഇങ്ങനെ നോക്കുക കേട്ടോ. ഇവിടുന്ന് ഇത് ആരെടുത്ത് കൊടുക്കാനാടാ? ഇവിടുന്ന് ആരും അങ്ങനെ ഒന്നും ചെയ്യത്തില്ലടാ എന്ന് രവിയേട്ടൻ അന്നേരം പറഞ്ഞു. അതൊക്കെ അച്ഛൻ്റെ വിശ്വാസം മാത്രമല്ലേ എന്ന് സച്ചി ചോദിക്കുക. എന്നാലേ അതങ്ങനെ ഉറപ്പിച്ചു പറയാനൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ലല്ലോ അച്ഛാ. ഇവിടെ ഉള്ളവരും അത് ചെയ്യുമെന്നും പറഞ്ഞ് ചന്ദ്രയുടെ നേരെ നോക്കുക സച്ചി. കണ്ണും വീഴ്ച ചന്ദ്ര ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. ചന്ദ്രയ്ക്ക് ശരിക്കും പേടിയും. നീ എന്തിനാണ് എന്നെ നോക്കുന്നേ? കീ എടുത്തു കൊടുത്തത് ഞാനാണെന്നാണോ നീ പറയുന്നത് എന്ന് ചന്ദ്ര അന്നേരം സച്ചിയോട് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ സച്ചി നോക്കാം. നിന്നെ ഇല്ലാണ്ടാക്കണമെന്ന് അവരുടെ ലക്ഷ്യം. ഞാൻ അതിനെ കൂട്ടു നിൽക്കുമെന്ന് നീ തോന്നുന്നുണ്ടോ എന്ന് ചന്ദ്ര സച്ചിയോട് ചോദിക്കാം. ഞാൻ അങ്ങനെ ചെയ്യൂടാ. എടാ, ഞാൻ നിന്റെ ആരാ സച്ചി എന്നൊക്കെ ചന്ദ്രമതി സച്ചിയോട് ചോദിക്കുക കേട്ടോ. അന്നേരം ചന്ദ്രേ ദേ, ഇപ്പം എല്ലാവരും ഇങ്ങനെ ഉറ്റു നോക്കുന്നവരെ തന്നെ, ഞാനാണത് ചെയ്തതെന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ, വേണമെങ്കിൽ പോലീസിൽ ഏൽപ്പിച്ചോ, അല്ലെങ്കിൽ എന്നെ തല്ലിക്കൊന്നോ, ഇതിൽ എന്ത് ശിക്ഷ ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണെന്ന് സുധി. സത്യമായിട്ട് ഞാനത് ചെയ്തിട്ടില്ല എന്ന് നമ്മുടെ സുധിയും പറയും. അത് നിങ്ങൾ രണ്ടുപേരും അത് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, പറഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പം ഇവരിങ്ങനെ നോക്കുക. നിങ്ങൾ രണ്ടുപേരുമായിട്ട് ബന്ധമുള്ള ഒരാളാണ് ഇത് ചെയ്തിരിക്കുന്നതെന്നും എനിക്ക് സംശയമുണ്ടെന്നും സച്ചി പറയാം. അത് ഞാൻ കണ്ടുപിടിച്ചോളാമെന്നും പറഞ്ഞു. എടാ, ആരാ നിനക്ക് സംശയമുള്ളത്? അതിപ്പം ഞാൻ പറയുന്നില്ല അച്ഛാ, ഞാനത് കണ്ടുപിടിച്ചോളാം. ആളെ പിടിച്ച് തെളിവ് സഹിതം ഞാൻ അച്ഛൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്താം. ശിക്ഷ എന്താണെന്ന് വെച്ചാൽ അച്ഛൻ തന്നെ വിധിച്ചോളാനും സച്ചി പറയാം. സച്ചിക്ക് ചെറിയൊരു സംശയം. അങ്ങനെ സച്ചി അകത്തേക്ക് കയറിപ്പോയി. ആരായിരിക്കും നോർത്ത് ഇവരെല്ലാവരും ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നിൽക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം മീരയും ശ്രുതിയും കൂടെ വിവരങ്ങൾ അറിഞ്ഞിങ്ങനെ നിൽക്കുന്നത്. അപ്പം മീര ചെന്ന് ശ്രുതിയോട്, ഞാൻ നേരത്തെ പറഞ്ഞതാ ഈ സന്തോഷത്തിനൊക്കെ അല്പ ആയുസേ ഉള്ളൂ എന്ന്. നീ എന്നതരം അത് കേട്ടില്ലല്ലോ. എന്തൊക്കെയായിരുന്നു ഇവിടെ? അവനെ അകത്താക്കും, അവൻ്റെ വണ്ടി വിട്ടുകൊടുക്കില്ല, ലൈസൻസ് ക്യാൻസൽ ചെയ്യും. ഒന്നും നടന്നില്ലല്ലോ. എന്തെങ്കിലും നടന്നോ? സച്ചിയുടെ കാറിൻ്റെ ബ്രേക്ക് ആരോ കരുതി കൂട്ടി കട്ടാക്കിയതാണെന്നുള്ളത് മനസ്സിലായി. ഇത് പോലീസ് അന്വേഷിക്കും എന്നുള്ള കാര്യം ഉറപ്പാണെന്നും മീര പറഞ്ഞു പേടിപ്പിക്കാം. ആന്റണി ഇപ്പോഴേ നാട് വിട്ട് കാണുകയും ചെയ്യും. നീ പേടും ശ്രുതി, നീ എവിടേക്ക് പോകും പറഞ്ഞിങ്ങനെ പേടിപ്പിക്കാതെടി. ഇനിയിപ്പം മിക്കവാറും പോലീസിന് മുന്നേ സച്ചി രേവതി അന്വേഷിച്ച് ആളെ കണ്ടെത്തുകയും ചെയ്യും. അതോടുകൂടി നിന്റെ കാര്യത്തിന് തീരുമാനമാകുമെന്ന് മീര ശ്രുതിയോട് പറയാം.
ഷോ ഷോ പതിയെ പതിയെ എൻ്റെ സുധി എന്നെ മറക്കുകയാണല്ലോ എന്ന് പറഞ്ഞപ്പം അതെ, നിന്റെ ആൻറ്റി ആഗ്രഹിക്കുന്നതും അത് തന്നെയാണെന്ന കാര്യവും മീര ശ്രുതിയോട് പറയാട്ടോ. നിനക്ക് തിരിച്ചടി കിട്ടും. അവൻ നിന്നെ മറക്കണം, അവൻ്റെ ജീവിതത്തിൽ നിന്ന് നീ പോണം, പിന്നെ നിന്നെ ഡിവോഴ്സ് ചെയ്ത് വേറൊരു പെണ്ണിനെ കല്യാണം കഴിക്കണം. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ അത് ഉടനെ തന്നെ നടക്കുമെന്ന് ഉറപ്പാണെന്ന് പറയാം. നീ വേണ്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ നോക്കാം, അത് ഇതുപോലത്തെ പരിപാടിയായിട്ട് നടക്കാതെ എന്ന് പറഞ്ഞ് മീര അവിടുന്ന് പോയി. ശ്രുതി ഇങ്ങനെ ആകെ പേടിച്ച് വല്ലാണ്ടായിട്ട് നിൽക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന നമ്മുടെ രേവതിക്ക് ഒരു ഓർഡർ. അപ്പോൾ ആ ഓർഡർ രേവതിക്ക് കൊടുക്കും. അപ്പോൾ ആ സാറ് രേവതിയോട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു ചേച്ചി അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ആ ചേച്ചി വന്നിട്ട് രേവതിയോട് ഭയങ്കര ദേഷ്യത്തിൽ സംസാരിക്കുന്നു. അപ്പോൾ അവിടുത്തെ ഓണറേട്ടൻ പറഞ്ഞു, രേവതിക്കാണ് ഞങ്ങൾ വർക്ക് കൊടുത്തിരിക്കുന്നതെന്ന്. അപ്പോൾ രേവതി ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണെന്ന് പറഞ്ഞു അദ്ദേഹം ഈ വന്ന പുള്ളിക്കാരിയോട് പറയാട്ടോ, ആ പഴയ മണ്ഡപങ്കാരി ചേച്ചി. അങ്ങനെ ആ ചേച്ചി ഭയങ്കര ദേഷ്യത്തിൽ, എന്നേക്കാൾ വേണ്ടപ്പെട്ട ആളോ, ഇവളൊക്കെ ഇന്നലെ മുളച്ചവളാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിട്ട് ഇവർ തമ്മിൽ വഴക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ നീ എന്താ കൊച്ചെ വിചാരിച്ച് വെച്ചേക്കുന്നത്? പരിചയമില്ലാത്ത ആൾക്ക് സാർ ഓർഡർ കൊടുക്കുമെന്നാണോ? അത്രയ്ക്ക് മണ്ടറാണോ സാറ് എന്നൊക്കെ ചോദിച്ചോടിക്കിനെ സംസാരിക്കുമ്പം, അല്ല ഹേമ, ഞാൻ മണ്ടനല്ല, അതുകൊണ്ട് ഓർഡർ രേവതിക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. ഓർഡർ കൊടുത്തുന്നോ? ആ അതെ, രേവതിക്ക് തന്നെ ഓർഡർ ഞാൻ കൊടുത്തല്ലോ എന്നാ ചേട്ടൻ പറഞ്ഞു. അപ്പോഴത്തേക്കും ഹേമ അന്തം വിട്ട് നോക്കാം. 8.25 ലക്ഷത്തിൻ്റെ ഓർഡറാ. രേവതി ചെയ്ത് കൊടുത്ത മോഡൽസൊക്കെ പാർട്ടിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന കാര്യം പറയുകയാണ്. അപ്പോഴത്തേക്ക് രേവതിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ ഇത് ഞങ്ങളുടെ പ്രസ്റ്റീജിൻ്റെ വിഷയമാണെന്നും രേവതിക്ക് നന്നായി അത് ചെയ്യാൻ പറ്റും, ആ ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്, അതുകൊണ്ടാണ് ഓർഡർ ഞങ്ങൾ രേവതിക്ക് കൊടുത്തതെന്നൊക്കെ ആ സാർ ഇങ്ങനെ പറഞ്ഞു. സർ, ഇത്രയും വലിയൊരു വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നും ഇവൾക്കില്ല. ഉണ്ടോന്ന് നമുക്ക് നോക്കാമല്ലോ, ഇങ്ങനെയൊക്കെയല്ലേ ഓരോരുത്തർ വളർന്നു വരുന്നത്, നമുക്ക് നോക്കാന്നേ എന്ന് പറഞ്ഞിട്ട് ആ സാർ ഇങ്ങനെ പറയാം. അപ്പോൾ രേവതി ശരിയെന്നും പറഞ്ഞിങ്ങനെ ഇരിക്കുന്നു. മറ്റേ പുള്ളിക്കാരി ആണെങ്കിൽ ആകാന്തം വിട്ടിങ്ങനെ ചൂളി ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ രേവതി ഈ പുള്ളിക്കാരിനെ ഇങ്ങനെ നോക്കുക കേട്ടോ. എന്തായാലും അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടാറ്റാ.